എന്ത് ബിസിനസ്സാണോ തുടങ്ങാൻ പോണത് അതിന് കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാവണം. ഇത്ര രൂപ വരെ ആ ബിസിനസ്സിലേക്ക് ഇറക്കും എന്ന് പറഞ്ഞിട്ട് ആ പൈസ നഷ്ടം വന്ന് ആ മൊത്തം പൈസ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇദ്ദേഹത്തിൻ്റെ ലൈഫിന് യാതൊരുവിധ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകാൻ പാടില്ല. പാർട്ട്ണറെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അവർ നല്ല ആൾക്കാരാണോ. കാരണം ഇത് മാരേജ് പോലെ തന്നെയാണ്. പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ ഇത് ലൈഫ് ലോങ് പോകേണ്ട ഒരു കാര്യമാണ്. അല്ലാണ്ട് അപ്പോൾ അവരുടെ ക്യാരക്ടർ എല്ലാവരും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എന്താണ് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാനൊരു ബിസിനസ് കൺസൾട്ടൻ്റ് അല്ല. ഞാൻ ആകെ അവനവൻ്റെ ഒരു പേഴ്സണൽ ഫിനാൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അധികം ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടാൻ എന്ന് പറയുന്നത്. വലിയൊരു കമ്പനി, ആ കമ്പനി എനിക്ക് പൈസ ഇടുന്ന വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ആ കമ്പനി ഭയങ്കര സക്സസ് ആയിപ്പോയി. പക്ഷേ സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ആ കമ്പനിയുടെ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും വേറെ ചെറിയ കമ്പനി തുടങ്ങിയിട്ടായിരിക്കും നമ്മൾ ആ പൈസ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ വലിയ കമ്പനിയുടെ സക്സസ്സിൽ ഈ ചെറിയ കമ്പനി ഭാഗമല്ല. ബേസിക് സാധനങ്ങളില്ലേ, അതിൻ്റെ റിക്വയർമെൻറ്റ് എന്ത് പറഞ്ഞാലും ഇനി ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോണ ബിസിനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇനി ആളുകൾക്ക് ഇപ്പോഴും ഡിപ്പെൻഡൻസി ഉണ്ടാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് വിദേശത്തായിരിക്കുന്ന ആളുകൾ നാട്ടിൽ വന്ന് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കാറുണ്ട് എന്ന്. ഇങ്ങനെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം നിഖിൽ ഗോപാലകൃഷ്ണൻ സാർ ചേരുന്നു. നമസ്കാരം സാർ. നമ്മൾ എപ്പോഴും ഞാൻ ഇൻട്രോഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഇപ്പം വിദേശത്തുള്ളവർ അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ അവർക്ക് കുറച്ച് സമ്പാദ്യമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ വന്ന് കുറച്ച് ബിസിനസ്സൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കും. പക്ഷെ ഇവർക്ക് മാർക്കറ്റുമായിട്ട് വലിയ ബന്ധം അല്ലെങ്കിൽ നാട്ടിലെ ഇപ്പോഴത്തെ കണ്ടീഷനൊന്നും അറിയത്തുണ്ടാവില്ല. ഇങ്ങനെ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, ആദ്യം മാർക്കറ്റൊക്കെ ഒന്ന് പഠിക്കുക. അതിനേക്കാളും മുന്നേ അത് ചെയ്യാനുള്ള കഴിവുണ്ടോയെന്ന് എൻഷുർ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ എന്ത് ബിസിനസ്സാണോ തുടങ്ങാൻ പോണത് അതിന് കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാവണം. ഇത്ര രൂപ വരെ ആ ബിസിനസ്സിലേക്ക് ഇറക്കും എന്ന് പറഞ്ഞിട്ട് ആ പൈസ നഷ്ടം വന്ന് ആ മൊത്തം പൈസ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇദ്ദേഹത്തിൻ്റെ ലൈഫിന് യാതൊരുവിധ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകാൻ പാടില്ല. കൃത്യമായിട്ട് ഇൻഷുറൻസ്, പേഴ്സണൽ ഫിനാൻസ് കറക്റ്റായിട്ട് വയ്ക്കുക. ഞാൻ എപ്പോഴും എമർജൻസി ഫണ്ട്, ഇൻഷുറൻസ് ഇതെല്ലാം പറയുന്നതാണ്. ഇതെല്ലാവരും കറക്റ്റായിട്ട് വയ്ക്കുക. ഏതൊരു ഗൾഫ് മലയാളിയും അല്ലെങ്കിൽ വിദേശത്തുള്ള ആൾക്കാർ ഇവിടെ ബിസിനസ് തുടങ്ങണേക്കാളും മുന്നേ സാമ്പത്തികമായിട്ട് അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാകുന്നുള്ളത് എൻഷുർ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ ഒരു ഗോള് മാത്രം ഒഴിക്കണം ഈ പറയുന്ന ബിസിനസ്. അപ്പോൾ ആ ബിസിനസ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും ഈവൻ ഇവിടെയുള്ള പല എനിക്ക് എൻ്റെ ക്ലയൻസിൻ്റെ അടുത്തൊക്കെ വർത്തമാനം പറയുമ്പോൾ ഞാൻ നോക്കുന്ന ഒരു കാര്യം വെച്ചാൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു സാമ്പത്തിക ലൈഫിൻ്റെ ഒരു ഗോള് മാത്രമാണ്. അപ്പോൾ അതിന് ചിലപ്പോൾ 25 ലക്ഷം രൂപയാണ് ചിലവെന്നുണ്ടെങ്കിൽ 25 ലക്ഷം രൂപ ബാലൻസ് വെക്കണം. അതോടൊപ്പം തന്നെ ആ 25 ലക്ഷത്തിൽ നിന്നായിരിക്കരുത് കുട്ടിയുടെ എഡ്യൂക്കേഷനൊക്കെ പോകേണ്ടത്. ഇനി അയാളുടെ റിട്ടയർമെൻറ്റും അതിൽ നിന്നായിരിക്കരുത്. എസ്പെഷ്യലി പുറത്തുനിന്നൊക്കെ വന്നിട്ട് ഇവിടെ ചെയ്യണം. കാരണം അങ്ങേർക്ക് അത്രയും സാമ്പത്തിക മെച്ചൂരിറ്റി ആയിട്ടാണ് വന്നത്. ഇനി അവിടെ ജോലിയൊക്കെ പോയി ഇനി നിവൃത്തിയില്ല ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യുക, അങ്ങനത്തെ ലെവലാണെങ്കിൽ വേറെ. പക്ഷെ നമ്മളെല്ലാം സെറ്റിലായി എന്നിട്ട് ഉള്ള പൈസ മൊത്തം കൊണ്ടുവന്നിട്ട് വന്ന് ചെയ്യരുന്നുള്ളതാണ് ഈ പറഞ്ഞത്. പേഴ്സൺ ടു പേഴ്സൺ എല്ലാം വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഒരാൾ അവിടെ ഒരു നിവൃത്തിയില്ല ജോലി പോയി ഇനി കയ്യിലാകെ 10 ലക്ഷം രൂപ ഉള്ളൂ. ഇനി ബിസിനസ് മുന്നോട്ട് ഇനി ചെയ്ത് പോകാനായിട്ട് ഇവിടെയാണെങ്കിൽ അദ്ദേഹം അവിടെ ചെയ്യുന്നത് വല്ല ഓയിൽ ആൻഡ് ഫീൽഡിലായിരിക്കും. ഇനി ഇവിടെ വന്നിട്ട് ഇനി ആ ജോലി കിട്ടാൻ പോണില്ല. അപ്പോൾ ആകെ നിവൃത്തിയുള്ളത് എന്തെങ്കിലും ബിസിനസ് ചെയ്യാന്നുള്ളതാണ്. അവനോട് ഈ ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് വെച്ചിട്ട് അവിടെ നിന്ന് ഇനി കരിയർ റീസ്റ്റാർട്ട് ചെയ്തിട്ട് റീബിൽഡ് ചെയ്യാന്നേ ഉള്ളൂ. പക്ഷേ എല്ലാം സെറ്റായി വളരെ നല്ല ഒരു സാമ്പത്തിക അവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ ഇനി വേറെ പൈസ ഒന്നും ഫിനാൻഷ്യൽ ഗോൾസിന് ആവശ്യമില്ല. അങ്ങനെ അതാദ്യം എൻഷുർ ചെയ്യുക. എന്നിട്ട് ഒരു ഗോൾ മാത്രം ഒഴിക്കണം ഈ പറയുന്ന ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട്. ആ ബിസിനസ്സിന് ഇറക്കുന്ന ടൈമിലാണെങ്കിലും ബിസിനസ് എന്ന് നമ്മൾ സക്സസ് ആവും അല്ലെങ്കിൽ ബിസിനസ് എന്ന് ബ്രേക്ക് ചെയ്യാനാവും. അതേമാതിരി ഡേ 1 തുടങ്ങിയിട്ട് ശമ്പളം എടുക്കാനായിട്ട് പറ്റണം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര കാലം കഴിഞ്ഞിട്ട് ശമ്പളം എടുക്കാൻ പാടില്ല എന്നുള്ള ഡേറ്റ് എഴുതി വയ്ക്കുക. എന്നിട്ട് വേണം ഇത് മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ ഒരിക്കലും ബിസിനസ്സും ഇയാളുടെ, കാരണം ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പൈസ ഉണ്ടാവും, ഇതിന് രണ്ടും ഒന്നായിട്ട് മാനേജ് ചെയ്യരുത്. സെപ്പറേറ്റ് ആയിട്ട് തന്നെ മാനേജ് ചെയ്യുക. പറ്റുമെങ്കിൽ ഇതൊരു ബിസിനസ്സിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് തന്നെ തുടങ്ങാം, പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലാണ്ട്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ കണക്ക് തെറ്റാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സഹായത്തോടെ എന്താണോ ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഇനീഷ്യലി മിക്കവാറും പ്രൊപ്പറേറ്റർഷിപ്പിലേക്ക് ആയിരിക്കും തുടങ്ങാൻ പോണത്. അതിന് പാർട്ട്ണർഷിപ്പ് വേണോ, LLP വേണോ, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ലെവലിലേക്ക് പോകണോ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം സക്സസ് ആയിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. എങ്ങാനും പ്രശ്നം വന്നു കഴിഞ്ഞാൽ
അതൊരു വലിയൊരു ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി പുറത്ത് നിൽക്കുന്ന ടൈമിൽ ഇവിടുത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ എടുത്തൊന്ന് ടെസ്റ്റ് ചെയ്യുക, ഇത് നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്, എന്നിട്ട് ഇതിൽ ചെയ്യാനായിട്ട് നോക്കുക. ഇനി അതല്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണർഷിപ്പിൽ വന്നിട്ട് ഈക്വൽ റെസ്പോൺസിബിലിറ്റിയിൽ നന്നായിട്ട് ചെയ്യുക. പാർട്ട്ണറെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അവർ നല്ല ആൾക്കാരാണോ. കാരണം ഇത് മാരേജ് പോലെ തന്നെയാണ്, പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ ഇത് ലൈഫ് ലോങ് പോകേണ്ട ഒരു കാര്യമാണ്. അല്ലാണ്ട് അപ്പോൾ അവരുടെ ക്യാരക്ടർ എല്ലാവരും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എന്താണ് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. ഞാനൊരു ബിസിനസ് കൺസൾട്ടൻ്റ് അല്ല, ഞാനാകെ അവനവൻ്റെ ഒരു പേഴ്സണൽ ഫിനാൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അധികം ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടാൻ എന്ന് പറഞ്ഞതുള്ളൂ. സാർ ഇപ്പം പറഞ്ഞല്ലോ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണമെന്ന്. ഇപ്പം നമ്മൾ എപ്പോഴും കാണുന്നതാണ് പ്രവാസികളായിട്ടുള്ള ആളുകൾ നാട്ടിലുള്ള ആളുകളെ വിശ്വസിച്ച് സൈലന്റ് പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങും. അത്തരത്തിൽ നമ്മൾ ഒരു നീക്കം നടത്തുന്നത് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമാണോ? ഇത് ഡെഫിനറ്റ്ലി നല്ലതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ പേപ്പർ വർക്ക് കറക്റ്റ് ആണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഏത് വിധത്തിലാണ് ഒരു കമ്പനിയുടെ പാർട്ട്ണർ ആവുന്നുള്ളത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ചില ടൈമിലൊരു ബിസിനസ്സൊക്കെ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാവും, എന്നിട്ട് ഇവർ ഇൻവെസ്റ്റേഴ്സിന് ഫണ്ട് വേണ്ടി വരും. ആ സമയത്ത് എപ്പോഴും നമുക്ക് മുന്നിലുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു NRIനെ കണ്ടെത്തിയിട്ട് സൈലന്റ് പാർട്ട്ണർ ആക്കാന്നുള്ളതാണ്. അപ്പോൾ ഇതിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏത് സ്ട്രക്ചറിലാണ് നമ്മൾ വന്നു ചേരാൻ പോകുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് നടത്തുന്നു, ഇപ്പോൾ ഒരു ABC എന്ന് പറഞ്ഞ ബിസിനസ്. അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ആ ബിസിനസ് ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ചിലപ്പോൾ കുറച്ച് ഫണ്ട് വേണമായിരിക്കും. അപ്പോൾ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് വിധത്തിൽ നമുക്ക് കമ്പനിക്ക് പൈസ കളക്ട് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ആ കമ്പനിയിലേക്ക് ലോൺ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലേക്ക് പാർട്ട്ണറായിട്ട് കൊണ്ടുവരാം. അപ്പോൾ മിക്കവാറും പാർട്ട്ണറായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനിയിലേക്ക് തന്നെയാണ് ഓണർഷിപ്പ് വരണം എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം. ചിലപ്പോൾ ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ വേറൊരു കമ്പനി വേറെ സൈഡിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും, എന്നിട്ട് ആ കമ്പനിയിലേക്കായിരിക്കും നമ്മൾ പാർട്ട്ണറായിട്ട് വരുന്നത്, എന്നിട്ട് അതിൽ നിന്ന് മന്ത്ലി റിട്ടേൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ ആ കമ്പനി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ഗുണം കിട്ടത്തില്ല. പൊട്ടിപ്പോണേക്കാളും കൂടുതൽ നന്നായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഒരു വലിയൊരു കമ്പനി, ആ കമ്പനി എനിക്ക് പൈസ ഇടുന്ന വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ആ കമ്പനി ഭയങ്കര സക്സസ് ആയിപ്പോയി. പക്ഷേ സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ആ കമ്പനിയുടെ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും വേറെ ചെറിയ കമ്പനി തുടങ്ങിയിട്ടായിരിക്കും നമ്മൾ ആ പൈസ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ വലിയ കമ്പനിയുടെ സക്സസ്സിൽ ഈ ചെറിയ കമ്പനി ഭാഗമല്ല. ഇത് ഞാൻ ഈ പറഞ്ഞത് ആൾക്കാർക്ക് എത്രമാത്രം മനസ്സിലായെന്ന് എനിക്ക് ഇത് സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വലിയൊരു റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹോട്ടൽ വളരെ സക്സസ് ആയിട്ടുള്ളൊരു ഒരു ഹോട്ടലാണ്. അപ്പോൾ ആൾക്ക് ആ ഹോട്ടലിലേക്ക് ചിക്കൻ വാങ്ങണം. ഇപ്പോൾ KFC പോലത്തെ ഒരു ബ്രാൻഡാണ്. KFC എന്ന് ബ്രാൻഡ് പറഞ്ഞില്ല, ഒരു ഫ്രൈഡ് ചിക്കൻ പറഞ്ഞിട്ട്. അപ്പോൾ ആ കമ്പനിയിലേക്ക് ഒരു കോടി രൂപ വേണം. ഈ 1 കോടി രൂപ വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡെലിവർ ചെയ്യാനായിട്ട് കാറുകൾ വാങ്ങണം, ടെമ്പോസ് വാങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിചാരം എന്താണ്, നമ്മൾ ഈ കമ്പനിയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ പ്ലാൻ അനുസരിച്ചാണെങ്കിൽ ആ കമ്പനിയോട് സെപ്പറേറ്റ് എടുക്കണം, വേറൊരു LLP തുടങ്ങും. എന്നിട്ട് ആ LLPയിലായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ഫണ്ട് എടുത്തിട്ട് മൊത്തം കാറ് വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രൈഡ് ചിക്കൻ കമ്പനി ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതായി ഒരു 1000 കോടിയുടെ കമ്പനി ആയിരിക്കും. അപ്പോൾ നമ്മൾ ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ ആ കമ്പനിയിൽ നമ്മൾ പാർട്ട്ണറല്ല, നമ്മൾ ഈ കമ്പനിയിൽ. അപ്പോൾ നമ്മൾ ലോറി സർവീസിൻ്റെ മാത്രം പാർട്ട്ണർ. സോറി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പേപ്പർ വർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം സൈലന്റ് പാർട്ട്ണർഷിപ്പ് ആരംഭിക്കാനായിട്ട്. എനിക്കിത് ഞാനീ പറഞ്ഞത് ഓഡിയൻസിന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പലപ്പോഴും ഈ സംഗതി കേരളത്തിൽ ത്രൂ ഔട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ പീപ്പിൾ നീഡ് ടു ബി വെരി അവെയർ. നമ്മളെപ്പോഴും കാണുന്നതാണ്, ഇപ്പം പ്രവാസികൾ നാട്ടിൽ വന്നിട്ടുണ്ട്, ഇപ്പൊ സാർ പറഞ്ഞല്ലോ പിന്നെ ഫ്രൈഡ് ചിക്കൻ, അത് തന്നെയാണ് ആളുകൾക്ക്. ഇനി ഫ്രൈഡ് ചിക്കൻ എക്സാമ്പിൾ ഒന്നും എടുക്കണല്ലോ, ഇനി ചിലപ്പോൾ നന്നായിട്ട് നടക്കുന്ന ഫ്രൈഡ് ചിക്കൻ കമ്പനികൾക്ക് ഇഷ്ടമായി ഉണ്ടാവും, അവരൊന്നും ഉദ്ദേശിച്ചല്ലേ പറഞ്ഞേക്കണം. എനിക്ക് തോന്നിയപ്പോൾ പെട്ടെന്ന് പറഞ്ഞോളൂ. അതല്ല നമ്മളെപ്പോഴും പ്രവാസികൾ സെലക്ട് ചെയ്യുന്ന ബിസിനസ് ഒന്നെങ്കിൽ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഡ്രസ്സ്,
അല്ലെങ്കിൽ അത്തരം ഒരു സൂപ്പർ മാർക്കറ്റ് നമ്മളിങ്ങനെ കണ്ട് ശീലിച്ച കുറച്ച് പാറ്റേണുകൾ തന്നെയാണ് ആളുകൾ അവിടെ വന്ന് അവിടുന്ന് തിരിച്ച് നാട്ടിൽ വന്നാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും സെലക്ട് ചെയ്യുക. സാർ ഒരു നോക്കുകയാണെങ്കിൽ അടുത്ത ഒരു 5 അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിൽ ഇവിടെ സക്സസ് ആവാൻ പോകുന്ന ബിസിനസ് ഏരിയാസ് അങ്ങനെ എന്തെങ്കിലും സാറിന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ തോന്നിയിട്ടില്ല. ഇപ്പോഴത്തെ ഒരു അങ്ങനെ ഒത്തിരി ബിസിനസ് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ. കാരണം ഇനി ഡിസ്റപ്ഷൻ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കണം. പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യം വെച്ചാൽ ബേസിക് സാധനങ്ങളില്ലേ അതിൻ്റെ റിക്വയർമെൻറ്റ് എന്ത് പറഞ്ഞാലും ഇനി ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോണ ബിസിനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇനി ആളുകൾക്ക് ഇപ്പോഴും ഡിപ്പെൻഡൻസി ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഇനി ആൾക്കാർക്ക് ഏറ്റവും നല്ല ബിസിനസ് എനിക്ക് തോന്നുന്നു ഞാനല്ല റൈറ്റ് പേഴ്സൺ, ഞാൻ നല്ല എക്സാമ്പിളാണ്. ഇപ്പോൾ ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരാൻ പോണത് ചിലപ്പോൾ ഇനി ഒരു ഫ്രണ്ടിനോട് സംസാരിക്കാനായിട്ട് ആൾക്കാരില്ല. അതിനൊക്കെ ചിലപ്പോൾ ഭയങ്കര ഓപ്പർച്യൂണിറ്റി അങ്ങനത്തെ ആപ്പുകൾക്ക് ഇനി ഭയങ്കര ചാൻസ് ആയിരിക്കും, ഡിമാൻഡ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജി പരമായിട്ടുള്ള കൗൺസിലിംഗ് പോലത്തെ അതൊക്കെ ഒരു ഇപ്പം നമ്മൾ 1-to-1 ആയിട്ട് സൈക്കോളജി മറ്റേ കൗൺസിലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പാൻഡ് ചെയ്യാനൊരു വകുപ്പില്ല. പക്ഷേ നമ്മളൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് അതിൽ കൂടെ ആൾക്കാർക്ക് ഇതിൻ്റെ സൈക്കോളജിസ്റ്റിന് മെമ്പർ ആവാം, നമ്മൾ കസ്റ്റമേഴ്സിനെ കൊണ്ട് കൊടുക്കുക, അങ്ങനെ ഒരു ഭാഗം നമുക്കുള്ള കമ്മീഷൻ, ബാക്കി സൈക്കോളജിസ്റ്റിനുള്ള ഫീസ് അങ്ങനെയൊക്കെ കൊടുക്കണമെങ്കിൽ സക്സസ് മോഡൽ അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു എൻട്രിയിൽ നോക്കണമെങ്കിൽ ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് ഇനി അങ്ങോട്ട് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇതിലും ഇപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരും ചെയ്യണത് ഭയങ്കര കോമൺ സെൻസ് ഉള്ള ഒരു നോ ബ്രെയിനർ ഐഡിയ ആണത്. കാരണം ആൾക്കാർക്ക് എന്ത് പറഞ്ഞാലും സാധനങ്ങൾ വേണം. അപ്പോൾ അതിൻ്റെ പേരിലാണ് അവരത് തുടങ്ങുന്നത്. അപ്പോൾ ആൾക്കാരുടെ നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള ഡിമാൻഡ് ഇനി കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോഴെങ്കിൽ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഇനി മിക്ക വീടുകളിലും ഇനി അടുപ്പ് കത്തണ കാലങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് ഇനിയും കൂടാനേ പോകത്തുള്ളൂ. സാർ ഇപ്പം പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഒരു ബിസിനസ് ഐഡിയ ഇങ്ങനെ മനസ്സിലാകുന്നു. നാട്ടിലൊക്കെ പോയിട്ട് മറ്റേ എന്താണേലും പ്രായമായ ആളുകളായിരിക്കുമല്ലോ ഇനി നാട്ടിലുള്ള വീട്ടിൽ. അപ്പം നാട്ടിലുള്ള വീട്ടിൽ അവർക്ക് വണ്ടിയിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇവിടുത്തെ ബ്ലിങ്കിറ്റിന്റെ വേറൊരു വേർഷൻ നാട്ടിലേക്കൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാലോ എന്നിങ്ങനെ ആലോചിച്ചു. അത് കൂടാനേ ചാൻസ് ഉള്ളൂ. ഇപ്പം നമ്മൾ വിചാരിക്കും ഇവിടെ വലിയ ബ്രാൻഡായിട്ടുള്ള സൊമാറ്റോ, ബ്ലിങ്കിറ്റ് ഒക്കെ ഉണ്ട്, ഇനിയും വരും. പക്ഷെ എപ്പോഴും നമ്മുടെയൊക്കെ ഓരോ നാട്ടിലും ഏതെങ്കിലും ഒരു യങ്സ്റ്റേഴ്സ് ഈ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ എടുത്തിട്ട് ഇത്തരം ആപ്പുകൾ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ കേരളത്തിൽ പല ഭാഗത്തും പോകുന്ന ടൈമിൽ അവിടെ ഹോട്ടലിൻ്റെ മുന്നിലൊക്കെ ഞാൻ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ സ്വിഗ്ഗി, സൊമാറ്റോ മാത്രമല്ല ആൾക്കാർ വന്നിട്ട് നിൽക്കുന്നത്. നമ്മളവിടെ കേൾക്കാത്ത പല ബ്രാൻഡുകളും വന്നിട്ട് പല ഇപ്പോൾ പോർട്ടർ വന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടാൽ ഐഡിയ സെയിം അല്ലേ, പക്ഷെ യൂസ് കേസ് വേറെ അല്ലേ. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഒരു ചെയ്തേക്കുന്ന ഐഡിയ എല്ലാവരും ഒന്നും തന്നെ. ഇവൻ ഇപ്പോൾ ബ്ലിങ്കിറ്റ് ആണെങ്കിലും സൊമാറ്റോ തന്നെയല്ലേ, പക്ഷേ സ്പീഡിൽ കിടന്നുണ്ട്. അപ്പോൾ അതെല്ലാവരുടെയും ഓരോരോ അപ്പോൾ ഈ സ്പേസ് ഇനിയും വളരാനായിട്ടുള്ള ചാൻസ്. പക്ഷേ ഇതിലെല്ലാവരും നമ്മൾ പൈസ കൊണ്ടിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമുക്കതിലുള്ള സ്കില്ലുണ്ടോ, നമുക്കത് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ പറ്റുമോ. പിന്നെ ഇത്തരം ബിസിനസ്സിനൊക്കെ പെട്ടെന്ന് ഒരാൾക്ക് വന്നിട്ട് അപ്പോൾ ബിസിനസ്സിൽ വരുമ്പോഴും നമുക്ക് ക്ലിയർ ഐഡിയ ഉണ്ടാവും നമ്മുടെ എക്സിറ്റ് പ്ലാൻ എന്താണെന്നുള്ളത്. നമ്മളിനി ഇങ്ങനത്തെ വലിയ ഏതെങ്കിലും ആൾക്കാരെ അട്രാക്ട് ചെയ്തിട്ട് വിൽക്കാനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതോ നമ്മൾ ഈ വൻകിട ആൾക്കാരായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം നോക്കിയിട്ട് ചെയ്യാന്നുള്ളത്. അതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ട് വരുന്ന ഒന്നാണ് പ്രവാസികൾ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കും, അത് എല്ലാം കൂടെ ഒരൊറ്റ ബിസിനസ്സിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അത് തകർന്നു പോയാൽ അവരുടെ മൊത്തം കാര്യവും കഴിയും. അപ്പോൾ ഒരു പ്രവാസി തൻ്റെ ബിസിനസ്സിൽ തൻ്റെ സമ്പാദ്യത്തിന് എത്ര ശതമാനം ഇൻവെസ്റ്റ് ചെയ്യണം? തുടക്കത്തിൽ നമ്മൾ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്തിട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യത്തുള്ളൂ നമുക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക് എത്രയാണെന്നുള്ളത് നമുക്ക് ക്ലിയർ കട്ട്. അത് നമുക്ക് ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ഐഡിയ ഉണ്ടാവും. ഞാനിത് എൻ്റെ ഒത്തിരി കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ പണ്ടൊരിക്കൽ ഇവനിപ്പോഴും നമ്മുടെ വലിയ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കസ്റ്റമർ ആൾ ഈ സോപ്പ് കിട്ടിയ പൈസ ഇത് ബിഗർ മണി അത് കിട്ടിയത്. അപ്പോൾ ഈ സോപ്പ് കിട്ടിയ ഹി റീച്ച് ദാറ്റ് ലെവൽ. അപ്പോൾ ആ ടൈമിൽ പുള്ളിക്ക് വലിയ ബിസിനസ് തുടങ്ങണം. അപ്പോൾ ആ ടൈമിൽ ആൾക്ക് കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ അവർക്ക് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ എനിക്ക് ഭയങ്കര ഇവനിപ്പോഴും അവർ എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ ദേ വിൽ കോൾ us ആൻഡ് ആസ്ക്. കാരണം അവർക്ക് ഞങ്ങളോട് ചോദിക്കേണ്ട ഒരു കാര്യമില്ല, പക്ഷെ അവർ ആ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ സാധനം ഇപ്പോൾ ഏതെങ്കിലും സാധനം ഒരു 50 ലക്ഷത്തിന് മുകളിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ അവർ ഇമെയിൽ അയക്കും, ഇത് വാങ്ങിക്കോട്ടെ ചോദിച്ചിട്ട്. അത് അഫോർഡബിലിറ്റി ചെക്ക് ചെയ്യേണ്ടതാണ്, ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ട്.
അപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് അവരെ ഒരു ഇങ്ങനത്തെ ഒരു പോളിസി ഉണ്ടെന്ന് വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾ അയച്ചിട്ട് ചോദിക്കും ഇസ് ഇറ്റ് ഗുഡ് ഫോർ മീ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇവരെ പറഞ്ഞ ഒരു കാര്യത്തിലുള്ളൂ. നമ്മൾ വെച്ചാൽ അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ എത്ര വേണ്ടി വരും, അവരുടെ ഇനി ലോൺ തീർക്കാനായിട്ട് വലിയൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അത് തീർക്കാനായിട്ട്, പിന്നെ അവർക്ക് ആഗ്രഹം വരുന്നത് ഒരു ഹോളിഡേ ഹോം വേണം എന്നുള്ളത്, അതിനെത്ര വേണം, അത് അത്രയും വെൽത്തി ആൾക്കാരാണ്. പിന്നെ കാറ് വാങ്ങാനായിട്ട് എത്ര വേണം, അത് കഴിഞ്ഞിട്ട് എൻ്റെ ബിസിനസ്സിന് എത്ര വേണം എന്നുള്ളത് അവർ ഡിഫൈൻ ചെയ്തു. അപ്പോൾ അന്ന് പുള്ളിയുടെ ഇത് പറഞ്ഞാൽ ഞാൻ ഫുൾ എടുക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിന് അത്ര കംഫർട്ട് ആയിരുന്നില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാന്നുള്ളത്. നമ്മൾ വീടിൻ ഗെറ്റ് ഇൻവെസ്റ്റേഴ്സ് പറയുന്നത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ഇത്രയേ ഉള്ളൂ, ബാക്കി ആൾക്കാരെ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാന്നുള്ളത്. ആൻഡ് എനിക്ക് തോന്നുന്നൊരു 4-5 വർഷം പുള്ളി ശമ്പളം പോലും എടുത്തില്ല സ്ഥാപനത്തിന്. എന്നിട്ടും ഹി ഹാഡ് മണി ടു സർവൈവ്, ലാവിഷ്ലി ജീവിക്കാനായിട്ട്. അത്രയും പൈസ നമ്മൾ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടാണ് ബിസിനസ് തുടങ്ങിയത്. എന്നിട്ട് ഇപ്പോൾ ശമ്പളമൊക്കെ എടുക്കാനും ആ കമ്പനി ആ ലെവലിൽ വളർന്നു. അപ്പോൾ ഇപ്പം പുള്ളിക്ക് വലിയ കൺസേൺ ഒന്നുമല്ല. പക്ഷേ ആ 4-5 വർഷം അതിനിടയിൽ ആ ക്രിട്ടിക്കൽ ഇയർ ആയിരുന്നു. കാരണം മക്കളുടെ എഡ്യൂക്കേഷൻ, 2 പിള്ളേർ വലിയ എഡ്യൂക്കേഷൻ നടത്തിയത്, പിന്നെ വീട് വയ്ക്കണത്. അപ്പോൾ ഞാൻ ഈ ലെസൺ പറഞ്ഞതിൽ ഇത്രയേ ഉള്ളൂ. ഇനി അദ്ദേഹത്തിന് അന്ന് ആ ടൈമിൽ ആ ബിസിനസ് എന്തെങ്കിലും പറ്റിപ്പോകരുന്ന പോലും ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫാമിലി ലൈഫിന് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ സക്സസ് ആയതിൻ്റെ പേരിൽ നമുക്ക് പറയാം ഇതെല്ലാം അടിപൊളി ചെയ്തു. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ടൈമിൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ ബിസിനസ്സുകാർക്കൊക്കെ ഇതിലേക്ക് വരുന്ന സമയത്ത് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കണം, പൈസ മാനേജ് ചെയ്യാൻ ഇറ്റ് ഇസ് 2 ഡിഫറെൻറ്റ് ഗെയിംസ്. യു നീഡ് എൻ എക്സ്റ്റേണൽ പേഴ്സൺ ടു ഡു ദാറ്റ്.